വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. LGSന്റെ റിവിഷൻ ക്ലാസ് ആണ് അല്ലെ? എല്ലാവർക്കും അറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ ദിവസം തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമുഖം, അതുപോലെ തന്നെ എന്താ പറയാ, സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിറ്റിസൺഷിപ്പ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പോ ആമുഖവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും, അതുപോലെ തന്നെ എവിടെ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് പല ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബാഗ് ഓഫ് ബോറോയിങ്സ് എന്നാണ്. അതായത് അത്രയും അധികം എന്താ പറയാ, രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുള്ള ഓരോരോ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935നോടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടം കൊണ്ടിരിക്കുന്നത്. ഏതിനോടാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. എല്ലാവർക്കും അറിയാലോ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ എപ്പോഴും അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത്, ഇതിനെ നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടം എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഫെഡറൽ കോർട്ട്, ഏതാണ് ഫെഡറൽ കോർട്ട്, അതുപോലെ തന്നെ PSC തുടങ്ങിയവ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് യൂണിയൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റുകൾ. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഫെഡറൽ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെയാ പറയണത്? കാനഡ എന്ന് തന്നെ പറയണം. ഇനി അമേരിക്കയിൽ നിന്ന് കടമെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം, അതുപോലെ തന്നെ സുപ്രീം കോടതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് സുപ്രീം കോടതി. പിന്നെ അടുത്തത് നമ്മുടെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെ. അതുപോലെ തന്നെ ജുഡീഷ്യറി റിവ്യൂ കേട്ടിട്ടുണ്ടാവും അല്ലെ, ജുഡീഷ്യറി റിവ്യൂ. ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്നാ പറയുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതിനേക്കൊക്കെ പ്രധാനം വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? ഇതൊക്കെ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ന് ഓർത്തുവെക്കുക. അടുത്തത് നമ്മള് ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളത് പാർലമെന്ററി ഭരണ സംവിധാനം അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണ കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ഇനി സ്പീക്കർ പദവി കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഇലക്ഷൻ എങ്ങനെ നടത്തണം, ഇലക്ഷൻ സംവിധാനം, ആ ഇലക്ഷൻ സംവിധാനം കടം കൊണ്ടിരിക്കുന്നതും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് റിട്ട്. നമ്മളോട് ചോദിക്കാറുണ്ട് റിട്ടുകളെ കുറിച്ച്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് അല്ലെ, അങ്ങനെയുള്ള റിട്ടുകളെ കുറിച്ച്. അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ. ഇനി അടുത്തത് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ബൈ കാർമൽ സിസ്റ്റമാണ്, അഥവാ ദ്വിമണ്ഡല സഭയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ആ ദ്വിമണ്ഡല സംവിധാനം, ഇതൊക്കെ കടം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണെന്നാ പറയണത്? ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്?
അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അടുത്തത് അതുപോലെ തന്നെ പ്രധാനമാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റ് മാത്രല്ല, നമ്മുടെ പാർലമെന്റില് ജോയിന്റ് സിറ്റിംഗ് ഉണ്ട് അല്ലെ? അപ്പോ പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗ് എന്നിവയ്ക്ക് നമ്മൾ ആരെയാ കടം കൊണ്ടിരിക്കുന്നത്? ആരോടാണ്? നമ്മുടെ ഓസ്ട്രേലിയയോടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പല സമയത്ത് നമ്മൾ ഭരണഘടന ഭേദഗതികൾ നടത്തിയിട്ടുണ്ട്, അമെന്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ ഭേദഗതികൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ അല്ലെ, അടിയന്തരാവസ്ഥ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനിയിലെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ജർമ്മനിയിൽ നിന്ന് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. ഇനി അടുത്തത് 2-3 പോയിന്റും കൂടി ഉള്ളൂ. മൗലിക കടമകളാണ്. മൗലിക കടമകൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമ റഷ്യ. മൗലിക കടമകൾ മാത്രല്ല, നമ്മുടെ 5-year പ്ലാൻസ് അല്ലെ, 5-year പ്ലാൻസിനും നമ്മൾ ആരോടാണ് കടം കൊണ്ടിരിക്കുന്നത്? നമ്മുടെ റഷ്യയോടാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ എന്താണ് പറയുക, ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ആമുഖം അഥവാ പ്രീആമ്പിൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കണേ. ആമുഖത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. കേട്ടിട്ടില്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് എന്താണ് അതിന്റെ മലയാളം? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നത് ഏതാണ് എന്ന് ചോദിക്കാണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗമാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ആമുഖത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറയുന്ന മുഖവരിയോടുകൂടി തുടങ്ങുന്നത്. 1946 ഡിസംബർ മാസം 13-ാം തീയതി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ്. എന്താണ്? ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് ഓർക്കണം. ഭരണഘടനയുടെ ആമുഖം ആരാണ് എഴുതിയത്? ആമുഖം എഴുതിയത് ആരാണ്? ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നെഹ്റുവിന്റെ പേരാണ് നമ്മൾ പറയാ. ഭരണഘടനയിൽ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? നമ്മുടെ ആമുഖത്തെയാണ്. ആമുഖം തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പദം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നോർക്കുക. ആമുഖത്തിൽ ഒരേ ഒരു തീയതിയെ പറയുന്നുള്ളൂ. അത് 1949 നവംബർ മാസം 26 എന്ന തീയതിയാണ്. ഇന്ത്യൻ ഭരണഘടനയില് നമ്മുടെ ആമുഖം പറയുന്നത് എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര പരമാധികാര സോഷ്യലിസ്റ്റിനെ നമുക്ക് എന്തിങ്ങനെ പറയാം? മലയാളത്തിൽ ഇങ്ങനെ പറയാം, സ്ഥിതി സമത്വ. അടുത്തത് എന്താണ്? മതേതര എന്ന് പറഞ്ഞാൽ സെക്യുലർ അല്ലെ. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനാധിപത്യ. അതുപോലെ തന്നെ റിപ്പബ്ലിക്. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് ഏതിലാണ് പറയുന്നത്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം.
ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത്, ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇനി അതിനെ രാഷ്ട്രീയ ജാതകം എന്ന് ആരാ വിളിച്ച്? രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ച്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്, തിരിച്ചറിയൽ കാർഡാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? NA ഫൽക്കിവാല എന്ന് പറയുന്ന ആളാണ്. NA ഫൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്നും ഭരണഘടനയുടെ കീ നോട്ട് എന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ ആണ്. ഏണസ്റ്റ് ബർക്കർ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ആത്മാവും താക്കോലും എന്ന് നെഹ്റു വിശേഷിപ്പിച്ചപ്പോ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയാണ് വിശേഷണങ്ങൾ പഠിക്കാനുള്ളത്. ഇനി 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. അതില് നമ്മുടെ ആമുഖത്തെ ഭേദഗതി ചെയ്തതാണ്. ആമുഖത്തിന്റെ ഈ ഭേദഗതിയെ വിളിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആമുഖത്തിലൊരു തിരുത്ത് എന്നാണ്. ആമുഖത്തിലെ തിരുത്ത് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിൽ ഒരു തിരുത്ത് എന്ന് വിളിക്കുന്നു. ഈ ഒരു പ്രാവശ്യം മാത്രമേ ആമുഖത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ, തിരുത്തൽ വരുത്തിയിട്ടുള്ളൂ. അപ്പോ എഴുതി ചേർത്തത് എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ സെക്യുലർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന് എന്താ പറയുന്നത് പദങ്ങള് എവിടെ കൂട്ടിച്ചേർക്കുകയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തില് കൂട്ടിച്ചേർക്കാണ്. ഇതാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട 2 പ്രധാന കേസസ് ഉണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു കേസിന്റെ പേര് ബേറുബാറി കേസ് എന്നാണ്. ബേറുബാറി കേസിന്റെ പ്രത്യേകത എന്താ വെച്ചാ, ഈ കേസ് പ്രകാരം പ്രിയാമ്പിൾ എന്താണ്? ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ്. ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് ഈ കേസിൽ പറയുന്നത്. ഭരണഘടനയുടെ ഭാഗമായിട്ട് കോടതി പറയണില്ല. എന്നാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന കേസ് 1973 നടക്കാണ്. ഈ കേസിൽ പറയാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം കൊണ്ടുവന്നത് ഏതിലാണ്? ഈ കേസിലാണ്. ഇതിൽ പറയാണ് അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ എവിടെ വേണമെങ്കിലും ഭേദഗതി ചെയ്യാമെന്ന് കോടതി പറയേണ്ടായി. പ്രിയാമ്പിൾ ഒരു എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്, അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞതും ഈ ഭരണഘടന ഈ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസാണിത്. അപ്പൊ ബേറുബാറി കേസിൽ എന്താ പറയണേ? അതായത് പ്രിയാമ്പിള് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ബേസിക് സ്ട്രക്ചറിനൊന്നും നിങ്ങൾ മാറ്റം വരുത്താണ്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്തിന് വേണമെങ്കിലും മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടുള്ളതും ഏതാ? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന കേസിലാണ്. അപ്പൊ 2 ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പൗരത്വം എന്ന് പറയുന്ന ആശയം, പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പൗരത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരത്വം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൗരത്വം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 2ലാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ക്ലിയർ ആയില്ലേ? ഇന്ത്യയില് ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഒരു പൗരത്വ നിയമം പാസാക്കിയത് 1955
1955. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയം, ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ്? LM സിംഗ്വി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് എന്നും കൂടെ ഓർക്കണം. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഇന്ത്യൻ പൗരന്, ഒരു വ്യക്തിക്ക്, അങ്ങനെയാണ് പറയാ, ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ നമുക്ക് പൗരത്വം നേടാം? ജന്മസിദ്ധമായ പൗരത്വം. അതായത് എന്താണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്? കുറെ നാളായിട്ട് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുകയാണ്, നമ്മുടെ അച്ഛനും അമ്മയും. അപ്പൊ അവർക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അവര് ഇന്ത്യൻ പൗരനാണ്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഉണ്ടാവുന്ന മക്കളും ആരെന്നെയായിരിക്കും? ഇന്ത്യൻ പൗരൻ തന്നെയായിരിക്കും. അതാണ് ബൈ ബർത്ത്, അഥവാ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് വംശപാരമ്പര്യം മൂലം ഉണ്ടാകുന്നത് എന്ന് പറയാം. ഇനി അടുത്തത് ബൈ ഡിസെന്റ്, അഥവാ പിന്തുടർച്ച വഴി. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ പിന്തുടർച്ചാപരമായിട്ട് നമ്മള് ആരാണ്? ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പോ അങ്ങനെ പിന്തുടർച്ച വഴി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് രജിസ്ട്രേഷൻ മുഖാന്തിരം. നമ്മള് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാണ്. എന്ത് വേണം? എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണം. നമ്മൾ രജിസ്ട്രേഷൻ മുഖാന്തിരം. ഇനി അടുത്തത് ചിരകാലവാസം മുഖാന്തിരം. എന്താണ് ചിരകാലവാസം മുഖാന്തിരം? അടുത്തത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, പ്രാദേശിക സംയോജനം മൂലം, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. അപ്പോ രജിസ്ട്രേഷൻ വഴി എങ്ങനെയാണ്? ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വഴി വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴി കിട്ടും. ഇനി അടുത്തത് ചിരകാലവാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? കുറെ നാള് നമ്മൾ ഇന്ത്യയില് താമസിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദർ തെരേസ, അതുപോലെ തന്നെ ലാറി ബേക്കർ തുടങ്ങിയവർക്കൊക്കെ ചിരകാലവാസം മുഖേന ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ചിട്ടാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ പൗരത്വം ലഭിച്ചത്. ഇനി അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, പ്രാദേശിക സംയോജനം. ഇപ്പൊ നമ്മളും നമ്മുടെ രാജ്യം തമ്മില്, അയൽ രാജ്യവും തമ്മിൽ എന്തെങ്കിലും ഒരു യുദ്ധമൊക്കെ നടന്നു, അയൽ രാജ്യത്തെ കുറച്ച് പ്രദേശങ്ങൾ നമ്മുടെ യൂണിയനോട് കൂട്ടിച്ചേർക്കും, ഇന്ത്യൻ യൂണിയനോട്. അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോ ആ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആരായിട്ട് മാറും? നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറും എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ എങ്ങനെയാ പൗരത്വം നഷ്ടപ്പെടുക? പൗരത്വം 3 വഴി നഷ്ടപ്പെടാം. ഒന്ന് പരിത്യാഗം, അതായത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സ്വമേധയാ റദ്ദാക്കുന്നത് വഴി നഷ്ടപ്പെടാം. അടുത്തത് നിർത്തലാക്കൽ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പൗരത്വം നമ്മൾ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും. ഇനി അടുത്തത് പൗരത്വ അപഹരണം, പൗരത്വാപഹരണം. അങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യാന്നാ പറയുന്നത്? പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യാം. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് പൗരത്വത്തിന് ഭേദഗതി. പൗരത്വ നിയമം വന്നത് എന്നാന്ന് പറഞ്ഞു? 1955. 2019 പൗരത്വ ഭേദഗതി നിയമം വന്നു എന്നും ഓർത്തു വെക്കാം. പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. ജാനുവരി 10, 2020 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരികയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറി പാർത്ത ആൾക്കാരുണ്ടാവും അല്ലെ. 2014 ഡിസംബർ 31 മുമ്പ്, 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമമാണ്. പുതിയ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സ്റ്റേറ്റ് ഗോവയാണ്. ആദ്യ സ്റ്റേറ്റ് ഏതാണ്? ഗോവയാണ്. പൗരത്വ പ്രമേയത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളമാണ് പറയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ യൂണിയൻ ടെറിട്ടറിയുടെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പറയും? പുതുച്ചേരിയാണ് നമ്മൾ പറയാട്ടോ. പൗരത്വ ഭേദഗതി നിയമം പല സമയങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 86-ലെ, 92-ലെ, 2003-ലെ, 2005-ലെ, 2015-ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2019 നിലവിൽ വന്ന 2020 ജാനുവരി 1-നാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് 3 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്ന് നമ്മൾ പഠിച്ചു ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ കുറിച്ച്. അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ആമുഖം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച്. മൂന്നാമത് നമ്മൾ പഠിച്ചത് പൗരത്വം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കും. മൗലിക അവകാശങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, റിട്ട്, മൗലിക കടമകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക് കൂടി
ഉണ്ട്. അപ്പൊ നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിക്കും. അപ്പൊ അതിന്റെ ഒപ്പം കുറച്ച് ആർട്ടിക്കിൾസ് കൂടി പഠിക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് നാളെ മൗലിക അവകാശങ്ങൾ മാത്രമാണ്. ഇന്ന് മൗലിക അവകാശങ്ങൾ പറയുമ്പോൾ കുറെ ആർട്ടിക്കിളും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് കുറെ അധികം ആവും. അതുകൊണ്ടാണ് ടീച്ചർ ഈ 3 ടോപ്പിക്കിൽ നിന്ന് അവസാനിപ്പിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നോക്കൂ, കുറച്ച് ഇവിടെ പണി നടക്കണമായിരുന്നു, കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എന്താ പറയാ, 20-ാം തീയതി ആയി. അടുത്ത 18-ാം തീയതി 20-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ പരീക്ഷ കഴിഞ്ഞു അല്ലെ. 18-ാം തീയതിയാണ് പരീക്ഷ. ആ ഗൗരവത്തോടു കൂടി പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.